പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു അസുഖം ബാധിക്കുമ്പോൾ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃദ്ധസദനങ്ങൾ, അതിൽ തന്നെ പല വാദങ്ങളുണ്ട്. പക്ഷെ വൃദ്ധസദനങ്ങൾ വളർന്നു വരുന്ന ആ ഒരു സംസ്കാരം മാറണം എന്ന് തന്നെയുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വൃദ്ധസദനങ്ങളല്ല വേണ്ടത്, പ്രായമായ രക്ഷിതാക്കളെ മക്കളുടെ കൂടെ നിർത്തി പരിരക്ഷിക്കേണ്ട രീതിയാണ് വരേണ്ടത്, അല്ലാതെ വൃദ്ധസദനങ്ങളല്ല ഉണ്ടാവേണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത ആണ്. ഒരു ചാനൽ എന്നുള്ള നിലയിൽ NTV അതിൻ്റെ കർമ്മം ഇത് ഏറ്റെടുത്തിരിക്കുന്നത് വളരെ പ്രശംസനീയമാണ്. അതിൻ്റെ എല്ലാ ആശംസകളും ഒരു അഭിഭാഷക നിലയിൽ ഞാനിപ്പം തന്നെ NTVക്ക് നേരെയാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് ഇപ്പം നമ്മൾ തുടങ്ങി, ഇതൊരു ഏറ്റവും വലിയ ഒരു മൂല്യച്യുതിയുടെ ഒരു റിസംബ്ലൻസ് ആണ് വയസ്സാകുമ്പം പേരൻസിന് നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അതിന് പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ട്, പ്രവാസ ജീവിതമൊന്നും അല്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകണമെന്നും. ഇതെല്ലാത്തിലും റീസൺസും ഒന്നും ഈ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇമ്മെറ്റീരിയലാണ്, അത് പ്രസക്തിയില്ല. കാരണം ഇങ്ങനെയുള്ള കോംപ്രമൈസ് അവർ ചെയ്തിട്ടാണ് പേരൻസ് നമ്മളെ ഉൾപ്പെടെയുള്ള യങ് ജനറേഷൻ, ഇപ്പോൾ ഉള്ള യങ് ജനറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാളത്തെ നമ്മൾ വയസ്സായ ആൾക്കാരെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവരുടെ എണ്ണമെന്ന് പറയുന്നത് അവർ എന്തെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എണ്ണിയെ തിരുത്തില്ല, അല്ലെങ്കിൽ അളക്കാൻ പറ്റത്തില്ല. അതേ കോംപ്രമൈസ് നമ്മളും തിരിച്ച് അതേപോലെ അവരുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ബാധ്യസ്ഥനാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ NTV ശരിക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു പ്രശസ്തമായ കാര്യം തന്നെയാണ്. കാരണം ഈ കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ എല്ലാം വാണിജ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവരും പൈസയുടെ പിറകെ ഓടുകയും ചെയ്യുമ്പോൾ ശരിക്കും ഒരു തിരിഞ്ഞു നോട്ടം എന്നുള്ള രീതിയിൽ, ഒരു ചൂണ്ടിക്കാണിക്കൽ എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ഇന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ വളരെ നന്മ നേരെയാണ്. അതിനകത്ത് എൻ്റെ ആശംസ നേരെയാണ്. അതിൻ്റെ ചെയർമാൻ ശ്രീ മിസ്റ്റർ മാത്തുക്കുട്ടി കാടോൺ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത് മനസ്സിലായി. ഇത്രയും തിരക്കിനിടയിലും ഇത്രയും ജോലി ഭാരത്തിനിടയിലും അദ്ദേഹം എൻ്റെ ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു വലിയൊരു പ്രതിബദ്ധത സ്വയം ഏറ്റെടുക്കുകയും അത് ശരിക്കും ജനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നുള്ളത് ശരിക്കും നമുക്കൊരിക്കും പ്രവാസികളുടെ ഇടയിലും പ്രത്യേകിച്ച് മലയാളീസിൻ്റെ ഇടയിലും ശരിക്കും അതൊരു അംഗീകരിക്കപ്പെട്ട് എല്ലാവരും അത് മനസ്സിലാക്കി കുറച്ച് പേരെങ്കിലും അവരവരുടെ മാതാപിതാക്കളെ ഈ വൃദ്ധസദനങ്ങളിൽ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ ദൗത്യം പൂർത്തിയായി. ഇതിനകത്ത് ഇപ്പോഴത്തുള്ള പ്രശ്നം ഈ നിയമത്തിൽ തന്നെ ഇപ്പം, അതായത് നമുക്ക് ഒരിക്കലും ഈ ഒരു അതായത് ഗവൺമെൻറ് അവസാനം അത് വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരെ ഈ വൃദ്ധസദനങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പിന്നെ പബ്ലിക് പ്ലേസുകളിലും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ സിറ്റുവേഷനിലാണ് ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ആക്ട് പ്രകാരം അതിനകത്ത് അതിനെ പറയുന്നത് തന്നെ പേര് തന്നെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്നാണ് ആക്ടിൻ്റെ പേര് തന്നെ. ഈ ആക്ട് വരാനുള്ള കാര്യം തന്നെ ഇങ്ങനെയുള്ള അതായത് മക്കളെ ജനറേഷന് ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സ്വന്തം അച്ഛനും അമ്മയും നോക്കാത്ത ആൾക്കാരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ നോക്കാൻ പ്രേരിപ്പിക്കുക, അവർക്ക് റെമഡി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ശരിക്കും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് തന്നെ നമ്മളെ നാട്ടിൻ്റെ ഒരു ലജ്ജയാണ് ശരിക്കും പറഞ്ഞാൽ, ഗതികേടാ. കാരണം സ്വന്തം അച്ഛനും അമ്മയും നമുക്കതിനെ ശരിക്കും പറഞ്ഞ വാക്കുകളില്ല. അവരെ നോക്കാൻ അവിടെയും കോടതിയും പോലീസും പിന്നെ വീണ്ടും ഇടപെടണം എന്ന് പറയുന്നതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പലതും ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ ഇത് സാമൂഹിക പ്രവർത്തകരും ഈ പറഞ്ഞ മീഡിയയും അധ്യാപകർക്കും അവർക്കൊക്കെ ഒരുപാട് റോളുണ്ട്. ഇത് വെറും കോടതിയും പോലീസിൻ്റെ ജോലിയല്ല ഇത്. അവർക്കിപ്പോൾ ഒരു ശിക്ഷയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നും കൊണ്ട് തീരുന്നില്ല അത്. ഇത് അതിനു മുമ്പേ ഈ പറഞ്ഞ പോലെ ക്യാമ്പയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതേപോലെ ഇതിൻ്റെ മൂല്യച്യുതി ഇവിടെ തുടങ്ങുന്നു, അവിടെ പരിഹാരം. അപ്പോൾ ഈ ഒരു ബോധവൽക്കരണത്തിൽ കൂടെ
കുറേ ആൾക്കാരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബോധവൽക്കരിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ തിരിച്ചൊന്നും അവരുടെ ജീവിതത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റിയല്ല. വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത വരുന്ന ജനറേഷനെങ്കിലും ഇതിൽ നിന്ന് കുറച്ചെങ്കിലും മുക്തിയാവാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വൃദ്ധന്മാരും അല്ലെങ്കിൽ വൃദ്ധകളും സന്തോഷത്തോടു കൂടി ഒരിക്കലും മക്കളെ വിട്ടിട്ട് ഒരു സ്ഥലത്ത് പോയി വൃദ്ധസ്ഥാനത്ത് പോയി താമസിക്കത്തില്ല. അവരുടെ ഗതികേടും പിന്നെ ആ സാഹചര്യം അനുസരിച്ചിട്ട് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലരും അതിലേക്ക് കൂടുകയാണ്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങളനുസരിച്ച് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എല്ലാത്തിലും ഉപരി ഇതിൻ്റെ അകത്ത് കടമ, അതായത് മക്കളുടെ കടമ, അവരുടെ ഒരു ലയബിലിറ്റി അവിടെയാണ് ഈ നിയമം ഇത്ര പ്രസക്തിയുള്ളത്. ഈ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട നിയമം, അത് വളരെ കമ്മീഷൻ വെച്ച് പഠിച്ചിട്ടും ഗവൺമെൻറ് അനലൈസ് ചെയ്തിട്ടും. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഹലോ നമസ്കാരം. ഞാൻ ദുബായിൽ ജോലിയാണ്. പേര് പറയും. രാജേഷ് എന്നാണ്. ഓക്കെ, രാജേഷ് അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഞാനിപ്പോ ദുബായിലെ ജോലി ചെയ്യുന്നത്. ഓക്കെ, അതെ, എന്റെ കമ്പനി ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, ഒരു 6 മാസത്തോളം ജോലി ചെയ്യായിരുന്നു. ഓക്കെ, താങ്കളുടെ കോൺട്രാക്ട് എന്ത് കോൺട്രാക്ട്? ലിമിറ്റഡ് കോൺട്രാക്ട് അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണോ? 2 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ആണ്. 2 വർഷത്തെ കോൺട്രാക്ട് ലിമിറ്റഡ് കോൺട്രാക്ട് ആണല്ലേ? നമ്മുടെ നോർമൽ ജോലിയുള്ള വിസ അല്ല, അതാണ് അറിയേണ്ടത്. നിങ്ങളെ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ 2 കോൺട്രാക്ട് ഉണ്ട്, 2 തരം കോൺട്രാക്ട് ഉണ്ട്. ഒന്ന് ലിമിറ്റഡ് കോൺട്രാക്റ്റും ഒന്ന് അൺലിമിറ്റഡ് കോൺട്രാക്റ്റും. അൺലിമിറ്റഡ് കോൺട്രാക്ട് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താൽ താങ്കൾക്ക് 3 മാസത്തെ സാലറി കോമ്പൻസേഷൻ ആയിട്ട് കമ്പനി തരണം. അൺലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തെ സാലറി നോട്ടീസ് പീരീഡ് കോമ്പൻസേഷൻ തരണം. ഇല്ല, ജോലിക്ക് മാറാൻ പറ്റും. കമ്പനി പിരിച്ചുവിട്ടതായാലും നിങ്ങൾക്ക് ബാൻ വരണ്ടാവത്തില്ല. നിങ്ങൾക്ക് വേറെ കമ്പനി ജോലിക്ക് പോകാം. ഇല്ല, ജോലിക്ക് പോകാൻ പറ്റും കേട്ടോ. അതെ, കോമ്പൻസേഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾ ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വിഷയം, കാരണം നമ്മളിപ്പോ വേറെ ഇന്റർവ്യൂവിൽ പോയപ്പോഴ് ടെർമിനേഷൻ നമ്മുടെ പാസ്പോർട്ട് അങ്ങനെ അടിച്ചു വരുമോ? ടെർമിനേറ്റഡ് ആണെന്ന് ഒരു നാണക്കെടുന്നതാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അല്ല, നിയമപരമായിട്ട് നിങ്ങൾ റിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് ബാൻ ഉണ്ടാവും. കമ്പനി ടെർമിനേറ്റ് ചെയ്താൽ നമുക്ക് ബാൻ എക്സംഷൻ ഉണ്ട്, ബാൻ ഇല്ല ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങൾ റിസൈൻ ചെയ്യാൻ അല്ല, നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്ന ലീഗലായിട്ട് അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, കമ്പനിക്ക് ചെയ്യാം. പ്രൊവൈഡഡ് നിങ്ങൾക്ക് 1 മാസത്തെ സാലറി നിങ്ങൾ കോമ്പൻസേഷൻ തരണം. അൺലിമിറ്റഡ് കോൺട്രാക്ട് ആയതുകൊണ്ട് താങ്കൾക്ക് 1 മാസം നോട്ടീസ് പീരീഡ് തരണം. ഈ നോട്ടീസ് പീരീഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല, അങ്ങനെ സാലറി അവർ തരണം. സെയിം ടൈം നിങ്ങൾക്ക് വേറെ കമ്പനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഇന്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റും ഈ സമയത്ത് കേട്ടോ. ഈ ഒരു ജോലിക്ക് പോകാം കേട്ടോ, പ്രശ്നമല്ല. ഓക്കെ രാജേഷ്, ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു, വിളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് ഒടുക്കൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ നിയമത്തിൽ നമ്മൾ ഇന്നലെ ചർച്ചയിലും ആ വിഷയം വന്നു. 3 മാസം കൊണ്ട് ഇത് പരിഹരിക്കണം, അല്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെ ഒരു കേസ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വൃദ്ധരായ രക്ഷിതാക്കളെ സംരക്ഷിക്കാത്തതിൻ്റെ പേരിലൊക്കെ അല്ലെങ്കിൽ തള്ളുന്ന വൃദ്ധസാധനത്തിലേക്ക് അത്തരത്തിലുള്ള കേസുകൾ 3 മാസത്തിൽ കൊണ്ട് പരിഹരിക്കണമെന്ന് കേട്ടു. എന്താണ് അതിൻ്റെ വിഷയം? അതായത് ഈ ആക്ട്, അതായത് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 ആക്ടിൽ പറയുന്നത് സെക്ഷൻ 13 പറയുന്നത്, ഇപ്പം ഒരു പേരൻസ് അല്ലെങ്കിൽ ആർക്കോ എക്സ് ഓർ വൈ, അച്ഛനോ അമ്മയ്ക്കോ, അവർക്ക് ഒരു മക്കൾ നോക്കുന്നില്ല മീൻസ് അവർക്ക് ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, ഫുഡ്, ക്ലോത്തിങ്, അവർക്ക് താമസിക്കുന്ന നല്ലൊരു മുറി, ഷെൽട്ടർ, പിന്നെ മെഡിസിൻസ് ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ്, പിന്നെ ഇത്രയും സാധനങ്ങൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള അവസരം, ഇത്രയും അവർ ബേസിക് ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഈ ട്രിബ്യൂണൽ സമീപിക്കാം. ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസറിൻ്റെ കീഴിലുള്ള ഒരു 3 മെമ്പേഴ്സ് ട്രിബ്യൂണലാണ്. അതിൽ ഒരാൾ സാമൂഹിക പ്രവർത്തകൻ വനിതയായിരിക്കണം. അപ്പോൾ ഇത് ഇവരുടെ കീഴിൽ ഒരു മെയിൻ്റനൻസ് ഓഫീസറുണ്ട്. മെയിൻ്റനൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് സോഷ്യൽ വെൽഫെയർ ഓഫീസറാണ്.
ഈ ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസർക്ക് നേരിട്ട് പോയി ഈ പരാതി അന്വേഷിക്കാം. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് പരാതി ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വയസ്സായ ആൾക്കാർ ഒരിക്കലും അവർക്ക് പോയി ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഫെസിലിറ്റീസ് ഒന്നും കാണത്തില്ല. പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഒരു നെയ്ബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലോ ഫോൺ കോളോ സോമോട്ടോ എടുക്കാം. ഈ ട്രിബ്യൂണലിൽ സോമോട്ടോന് കേസെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ആവശ്യ നിലയിലാണ് അല്ലെങ്കിൽ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മെയിൻ സോഷ്യൽ വെൽഫെയർ ഓഫീസർക്ക് ഇൻ്റർഫിയർ ചെയ്യാം. 30 ദിവസത്തിനകത്ത് ഇവരുടെ ആരാണ് ഇവരുടെ ലീഗൽ ഹെയേഴ്സ് മക്കൾക്ക് നോട്ടീസ് കൊടുക്കും, ഇവർക്കുള്ള പ്രൊവൈഡ് ചെയ്യാൻ പറയാം. ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ. ഒരു സംശയം തോന്നുന്നത് ഈ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന് പറയുന്ന അവർക്ക് സ്വന്തമായി ഇതൊരു കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് നടത്താനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഈ ഒരു ട്രിബ്യൂണലിന് ഇതിനകത്ത് ആക്ട് പ്രത്യേകം പറയാനുണ്ട്. ഇവിടെ ഒരു ലീഗൽ ഒരു ലോയേഴ്സിൻ്റെ ആവശ്യമില്ല, ലിറ്റിഗേഷൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് കിട്ടണം. ആ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് സാമൂഹിക ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസർ എന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഇതിൻ്റെ ശമ്പളം ഗവൺമെൻറ് കൊടുത്തോളൂ. ഇതൊക്കെ പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഈ സ്പോട്ടിൽ വരിക, ഈ സറൗണ്ടിങ്സ് പരിശോധിക്കുക, റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യുമ്പം ഇതിൻ്റെ നിശ്ചിതി പുള്ളിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്യണം. ഈ മാറ്റർ 1 മാസത്തിനകത്ത് ഇവർക്ക് ഇത് ചെയ്യാനുള്ള ഓർഡർ ട്രിബ്യൂണൽ പാസ്സാക്കണം. സെക്ഷൻ 13 പ്രകാരം. ഇത് 13 പ്രകാരം ഇവിടെ ഒരു കോൺസുലേഷൻ കമ്മിറ്റി ഉണ്ട്, കോൺസുലേഷൻ ഓഫീസറുണ്ട്. ഈ കോൺസുലേഷൻ ഓഫീസർക്ക് ഈ മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ ഇവർക്കുള്ള ഫുഡും മെഡിസിനും താമസിക്കാനുള്ള ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യാൻ പറയാനുള്ള പവറുണ്ട്. ഈ കോൺസുലേഷൻ കമ്മിറ്റി ഒരു പവർ, ആ കോൺസുലേഷൻ ഓഫീസർ ഇപ്പോൾ ഇങ്ങനെ ഒരു പവർ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിനെ ഈ ട്രിബ്യൂണലിന് ഓർഡറാക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സമയമാണ് 3 മാസം. ഈ 3 മാസത്തിനകത്ത് ഈ ഓർഡർ നടപ്പാക്കാൻ വേണം. ഈ ഓർഡറിനകത്ത് റെമഡി കിട്ടിയിരിക്കണം. ഇവിടെ ഈ 3 മാസം എന്നുള്ള സമയത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലിറ്റിഗേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ആൾറെഡി ഈ ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസറിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോടതി നടപടിയിലേക്ക് ഇടങ്ങണം. അവിടെ ഒരു ലോയറിനെ വെച്ച് വാദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ പോയിട്ട് വേറെ ഈ പേരൻസ് തന്നെ കോർട്ടിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആൾറെഡി ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇവരെ വീട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ എല്ലാം കളക്ട് ചെയ്ത് ആ റിപ്പോർട്ട് അവിടെ ഉണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലീഗൽ ഹെയർസ് ആയിരിക്കും, മക്കളായിരിക്കും. ഇവിടെ ഈ മക്കൾ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം അവർക്ക് ജോലി ഉണ്ടോ ഇല്ല എന്നുള്ള ഇത് മൈനർ എക്സംഷൻ ഉണ്ട്. അവരെ എത്ര മക്കളുണ്ടോ അത്രയും മക്കൾക്കും ഇവർ വിളിക്കും. കോൺസുലേഷൻ ഓഫീസർ വിളിച്ച് ഇവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ കോൺസുലേഷൻ ഓഫീസറുടെ മുമ്പ് വെച്ചിട്ട് തന്നെ ഇവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇത്ര പേര് കൊടുക്കണം, അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. കേട്ടിട്ട് അത് ആരാണോ അതിനകത്ത് ചെയ്യേണ്ടവർ എത്ര കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് വിധിക്കും. ഇതൊരു ഓർഡറാണ്. ഇത് ട്രിബ്യൂണൽ വിധിക്കും. ട്രിബ്യൂണൽ വിധിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ആർട്ടിക്കിൾ സെക്ഷൻ 24 പ്രകാരം 3 മാസം തടവും ഓർ 5000 രൂപ പിഴയും ജയിലിടാനുള്ള റൈറ്റും ഓപ്പൺ ഇതിനകത്ത് ഈ ട്രിബ്യൂണലിൽ. പിന്നെ എൻ്റെ അപ്പീൽ ട്രിബ്യൂണലിൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നിയമം ജയിലിനകത്ത് പോകും എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ടും വേറെ സ്വന്തം മദറിനും കൊടുത്തില്ലെങ്കിൽ മാക്സിമം കോടതിക്ക് ഇവരെ പിടിച്ച് ജയിലിടാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ജയിലിൽ ഇട്ടിട്ട് അവർ കൊടുക്കാൻ നിർത്തില്ലാത്ത കേസ് അങ്ങനെയുള്ള മാറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഓൾഡ് ഏജ് ഹോംസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആക്ട് പറയുന്നത്. ഈ ഓൾഡ് ഏജ് ഹോംസ് പിന്നെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. ഒരിക്കലും അവരെ അങ്ങനെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. പല ഈ 3 മാസം കൊണ്ട് തീർപ്പാക്കണമെന്ന് പറഞ്ഞെങ്കിലും പല ജില്ലകളിലും ഇപ്പോഴും എത്രയോ കേസുകൾ തീർപ്പാകാതെ കിടക്കും. അതിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ദ ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും. Sanford introduces 648. 6 hours charge, 48 hours of light. Sanford, touching your life every day. Al Hasina Jewelers, Dubai. There is nothing more precious than you.
അഴകിൻ മലരായി പുഞ്ചിരി ഹൃദയം ചേർക്കും പുഞ്ചിരി മനസ്സിൻ ചിത്രം പുഞ്ചിരി ചിമ്മി ചിമ്മി മുത്തുപോലുള്ള പല്ലുകളിൽ സ്വർണത്തിൽ പൊതിഞ്ഞ പുഞ്ചിരിക്കായി ഡോക്ടർ സായ് ഗണേഷ് മെഡിക്കൽ സെന്റർ, ദേറ ദുബായ്, റോള ഷാർജ, എക്സ്പേർട്സ് ഇൻ ഡെന്റൽ കെയർ. ഇത് ലയോള കോളേജ്. മോർണിംഗ് സർ. ഇണങ്ങിയും പിണങ്ങിയും പിന്നെ ഒന്നിച്ചും അവർ ആരംഭിക്കുന്ന സ്റ്റഡി ടൂർ. വെൽക്കം ബാക്ക് ടു ദ ലോ പോയിന്റ് അഥവാ നീതി. നമ്മുടെ അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. ഒപ്പം 3939 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് 3 മാസം കാലയളവിനുള്ളിൽ ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് വൃദ്ധരായ രക്ഷിതാക്കളെ സംരക്ഷിക്കാതെ വരുന്ന അവസ്ഥയിൽ ഉണ്ടാവുന്ന നിയമ നടപടി 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കേസുകൾ പരിഹരിക്കണമെന്നാണ് നിയമം, ചട്ടം. പക്ഷേ പലപ്പോഴും ചട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രായമായ ആൾക്കാർക്ക്, രക്ഷിതാക്കൾക്ക് 3 മാസം കഴിഞ്ഞും വർഷങ്ങളോളം നീണ്ടുപോകുന്ന നിയമ നടപടികൾ അല്ലെങ്കിൽ തീരുമാനം വരാൻ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഓൾറെഡി അവർ പ്രായമായവരാണ്, വീണ്ടും നിയമ നടപടികൾ വൈകിച്ചാൽ ഇതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അതെ, ഇതിനകത്തുള്ള ഒരു പ്രശ്നം നമ്മൾ വീണ്ടും നമുക്കിപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഗവൺമെൻറ് ഇപ്പോൾ ഒരു ആക്ട് പാസ്സാക്കി, സെൻട്രൽ ആക്ട് പാസ്സാക്കി എല്ലാ ജില്ലകളിലും പിന്നെ ട്രിബ്യൂണൽ ഫോം ചെയ്യാനുള്ള RDO മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് ഇതിനൊരു ഫെസിലിറ്റീസോ ഇതിനുള്ള സഫീഷ്യൻറ്റ് സ്റ്റാഫുകളെ കുറിച്ചോ ഇതിനൊന്നും ഗവൺമെൻറ് ഇപ്പോഴും ഇത് പ്രൊവൈഡ് ഇല്ല. കാരണം ഒന്നൊക്കെ ഗവൺമെൻറ് ഫണ്ട് കുറവാണ്, 2 ഇതൊരു പുതിയ മേഖല ആയതുകൊണ്ട് വളരെ ശ്രദ്ധ കൊടുത്തിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഇവിടെ ഒരു RDO എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിവിഷൻ ഓഫീസറാണ്. RDO കോടതിയുണ്ട്. RDOക്ക് തന്നെ ഒരുപാട് മാറ്റേഴ്സ് RDOക്ക് ബിഫോർ പെൻഡിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെയാണ് ഈ കേസ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സോഷ്യൽ വെൽഫെയർ ഓഫീസർക്ക് അതിൻ്റെ ചുമതല വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ ഒരു കംപ്ലയിൻറ്റ് 3-4 കംപ്ലയിൻറ്റ് ഇപ്പോൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ 2 തരം കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. 2 തരം കേസസാണ് ഇപ്പോൾ ഇതിനകത്ത് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന്, പേരൻസിനെ ആരും കാണാതെ ബസ് സ്റ്റാൻഡിലും വഴിയോരങ്ങളിലും പല സ്ഥലങ്ങളിലും ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടുക, ഇത് വരണം ഒരു സിറ്റുവേഷനുണ്ട്. സെക്കൻഡ്, വൃദ്ധസ്ഥാനങ്ങളിലേക്ക് കൊണ്ടാക്കിയിട്ട് 2-3 മാസം അല്ലെങ്കിൽ ആദ്യം കുറച്ച് ദിവസം പേയ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ കുറച്ച് എക്സ്പെൻസ് കൊടുക്കും, അതിന് പിന്നെ അവിടെ നിന്ന് മുൻകളയും, മാനേജായി അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഈ 2 സിറ്റുവേഷനിലും ഇപ്പോൾ വൃദ്ധസ്ഥാനത്തിൽ ഒരാളെ കൊണ്ട് ആക്കിയിട്ട് അവിടുത്തെ വേണ്ടിയുള്ള മണിയും ഫണ്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞ പോലെ ഫുഡുണ്ട്, അല്ലെങ്കിൽ ഷെൽട്ടർ കൊടുത്തിട്ടുണ്ട്, ഈ നിയമപ്രകാരം ഇവരെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതൊരു സംസ്കാരം, ഇവർ മോറൽ ഒബ്ലിഗേഷനാണ്. നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങൾ വീട്ടിൽ നോക്കണമെന്നുള്ളത്. നിയമത്തിന് മുന്നിൽ നമുക്ക് അവരെ പണിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ആൾറെഡി അവർ പ്രൊവൈഡ് ഈ നിയമത്തിൽ പറഞ്ഞ ലോയിൽ ആക്ട് പറഞ്ഞിട്ടുണ്ട് 5 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ പ്രൊവൈഡ് ചെയ്യാതെ വരുമ്പോൾ ഈ വൃദ്ധസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു നടത്തുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും. തേർഡ് പാർട്ടിക്ക് അവിടെ കണ്ടീഷൻസ് കാണും. ഇവരൊരു എഗ്രിമെൻറ്റ് പ്രകാരം ആയിരിക്കും അവിടെ കൊണ്ട് ആദ്യം കൊണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ മാസം തോറും ഇത്ര രൂപ ചിലവിനുള്ള പൈസയും അല്ലെങ്കിൽ ഫുഡ് മെഡിസിൻസിനൊക്കെ എത്തിച്ചു കൊള്ളാം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും അവരവിടെ കൊണ്ട് ആക്കുന്നത്. ഈ സമയത്ത് കണ്ടീഷൻ ബ്രീച്ച് ആകുമ്പോൾ അവരും 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആക്ഷൻ എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ അറിയിക്കണമെന്നാണ്. സോഷ്യൽ വെൽഫെയർ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും. ഈ രണ്ടും സമാന സ്വഭാവം ഉള്ളതാണ്. അപേക്ഷിക്കുക അവർ. മറ്റേത് ബസ് സ്റ്റാൻഡിലും അയാളെ വിട്ടിട്ട് അവർ രക്ഷപ്പെട്ട് പോവുകയാണ്. ഇതൊരു രക്ഷപ്പെടലാണ്. അപ്പോൾ ഇവരെ ക്യാച്ച് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഇവരെ നിയമത്തെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ സമൻസ് ചെയ്ത് വരുത്തണം. അതിന് വീണ്ടും പോലീസ് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയാലോ, നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ തന്നെ 10 ലക്ഷം കേസ് പെൻഡിങ് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ടോട്ടൽ. അവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ കേസ് വരുമ്പോൾ ഇതെല്ലാം ഈ മിഷനറി ഉപയോഗിച്ച് വേണം ചെയ്യാൻ.
പുതിയ മെഷീനറി വെക്കാനോ അല്ലെങ്കിൽ പുഷ് വെക്കാനുള്ള ഗവൺമെൻറ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഫണ്ടോ ഗവൺമെൻറ് ഇല്ല. അപ്പോൾ പഴയ പല്ലവി തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 3 മാസം കൊണ്ട് കിട്ടേണ്ട കാര്യം 3 വർഷം കൊണ്ട് കിട്ടിയിട്ട് വാട്ട് ഈസ് ദ യൂസ്? ഇതൊരു വളരെ സാമൂഹികമായ പ്രസക്തമായ ചോദ്യമാണ്. നിയമം ഉണ്ടാക്കി എങ്കിൽ പോലും നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പോരായ്മയിൽ ഇപ്പോൾ നമ്മളുള്ള പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമ്പർ ഓഫ് കേസസ് കൂടുന്നുണ്ട്. ഈ കേസെല്ലാം സമയബന്ധിതമായി 3 മാസം കൊണ്ട് തീർപ്പാക്കി കിട്ടുന്നില്ല. ഇതിന് ശരിക്കും ഒരു ഗവൺമെൻറ് ലെജിസ്ലേച്ചർ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ട് ബജറ്റിൽ മറ്റേത് ഫണ്ട് വരുത്തി ഇതിനൊരു പരിഹാരം അതും NDVക്ക് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളൊരു ഇതാണ്, ഒരു ക്യാമ്പയിനിങ് ആണ്. കാരണം അവിടെയും ഗവൺമെൻറ്റിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യേണ്ട ഒരു മീഡിയ എന്നുള്ള രീതിയിൽ NDVക്ക് ക്ഷമിച്ചാൽ ചിലപ്പം കുറച്ചൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ബഡ്ജറ്റിൽ ഇപ്പോൾ 10 കോടി 50 കോടി ബഡ്ജറ്റ് കിട്ടി മാറ്റി വെച്ച് കിട്ടിയതുപോലെ ആ ഒരു വൈഡ് ക്യാമ്പയിനിങ് ചിലപ്പം കൊണ്ട് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും. കാരണം ആരെങ്കിലും നമ്മളെ സിസ്റ്റം അറിയല്ലേ, പുഷിങ് ഉണ്ടെങ്കിൽ മാത്രമേ സംതിങ് വി ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വയസ്സായ ആളായതുകൊണ്ട് ആരും ചോദിക്കത്തില്ല. കാരണം വയസ്സായ ആൾക്കാർക്ക് വന്ന് വോട്ട് ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റാത്ത ആൾക്കാരായിരിക്കും. പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു സ്റ്റേജാണല്ലോ ഈ പ്രായമായ ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്ത് ഫെസിലിറ്റി കിട്ടിയാൽ കിട്ടില്ലെങ്കിൽ എന്താണെന്നുള്ള രീതിയിലുള്ള ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അതൊരു ഭയങ്കരമായ ഒരു ഒറ്റപ്പെടലാണ് അവർ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഇതാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഫണ്ട്സ് കൊടുക്കാത്തല്ല പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സെപ്പറേറ്റ് ഒരു സോഷ്യൽ വെൽഫെയർ ഓഫീസറും ഈ കോടതിക്ക് വേറെ ഒരു ചുമതലയില്ല, ഈ കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ള ഓഫീസറും ഇതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക പോലീസ് വിങ് ഉണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ ടൈം കൊണ്ട് വെച്ചിട്ട് തന്നെ അറസ്റ്റ് ചെയ്യാനും കൊണ്ടുവരാനും പിടിക്കാനും ഇവർക്ക് നിയമങ്ങൾ സ്വീകരിക്കാൻ പറ്റും. കാരണം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഈ 3 മാസം പോരാ ശിക്ഷ, വളരെ കുറഞ്ഞു പോയി. ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരു 3 വർഷം ഇടണം മിനിമം. എല്ലാ മക്കളും ഇടണം, ഓരോരുത്തരും വിടരുത്. അപ്പോഴേ കുറച്ചുകൂടെ പഠിക്കും. ഇത് 3 മാസം വെയിലും കിട്ടും, പിന്നെ രക്ഷപ്പെട്ടു പോകും. 3 വർഷം പോരാ തന്നെ അഭിപ്രായം എനിക്ക്. തീർച്ചയായും. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെ 1-2 SMS വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും 1-2 നിരവധി SMS വന്നിട്ടുണ്ട്. മുഴുവനായ സമയപരിമിതി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല എങ്കിലും പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ. അതിലൊന്ന്, കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ അവർ പ്രായമാകുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? അതെ, അതിനകത്ത് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ട്, പ്രത്യേകം വന്നിട്ടുണ്ട്. അതായത് സിറ്റിസൺസ്, അതായത് സീനിയർ സിറ്റിസൺസ്, അതാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്നാണ് പറയുന്നത്. ആക്ടിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അതായത് പേരൻസ് അല്ല, ഇപ്പോൾ മക്കളില്ല, അവർക്ക് ലീഗൽ ഹേസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഏതായത് ഫാമിലി മെമ്പേഴ്സിനകത്ത് ലീഗൽ ഹേസ് ഉണ്ടാവും. എങ്കിലല്ലേ അവരുടെ സ്വത്തുണ്ടെങ്കിലും അവരുടെ അസറ്റ്സും ബാക്കി ട്രാൻസ്ഫർ പറ്റത്തുള്ളൂ. അപ്പോൾ ആരാണോ അവരുടെ ലീഗൽ ഹേസിന് അർഹത ആൾക്കാർ, ദേ ആർ ലൈബിൾ, ദേ ഹാവ് ടു ടേക്ക് കെയർ. തീർച്ചയായിട്ടും ഉണ്ട്, പ്രൊവിഷൻ ഉണ്ട് അതിനകത്ത്. ഉണ്ട്, സെയിം ലോ തന്നെ, സെയിം സെക്ഷൻ തന്നെയാണ്. മറ്റൊരു ചോദ്യം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബൈ സീനിയർ സിറ്റിസൺ ക്യാൻ ബി ഡിക്ലെയർഡ് ടു ബി വോയിഡ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഈ സ്വാഭാവികമായിട്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം വയസ്സായി ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ കയ്യിലുള്ള സ്വത്തും ഈ പറഞ്ഞ എല്ലാ പേരൻസിൻ്റെ FD ഉൾപ്പെടെ ഇത് മക്കൾക്ക് വീതിച്ച് കൊടുക്കും. അതിനെ ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയും നമ്മൾ. അതിനകത്ത് ഗിഫ്റ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, സ്നേഹത്താലും വാത്സല്യം കൊണ്ടും പിന്നെ അവരുടെ ഇതൊരു കൺസിഡറേഷൻ. അതായത് നിയമത്തിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഏതൊരു കോൺട്രാക്ട്സിനും ഒരു എഗ്രിമെൻറ്റിന് ഒരു കൺസിഡറേഷൻ മസ്റ്റാണ്. അതിനകത്ത് ഇത്ര രൂപ നമുക്ക് തരണം എന്നാണ് കൺസിഡറേഷൻ. അത് ഈ കൺസിഡറേഷൻ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ വോയിഡാണ്. പക്ഷേ ഇവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു പകരം പൈസ മേടിക്കുന്നില്ല, പകരം അവിടെ ഒരു കൺസിഡറേഷൻ പാസ് ചെയ്യാനുണ്ട്. ഈ കൺസിഡറേഷൻ എന്നുള്ളത് ഒരു ഇൻടാഞ്ചിബിൾ കൺസിഡറേഷനാണ്. അതായത് ഇൻ റിട്ടേൺ വൈ ദേ ആർ ഗിവിംഗ് ദി ഗിഫ്റ്റ് because they are the son or daughters. So there is a love and affection is there. On behalf of this love and affection, they are giving this gift, this assets to them, pass them. In return, they have to take care of this parents during the old age. ഇത് നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് ഈ ഡീഡിനകത്തുണ്ട്. അത് നമ്മളിപ്പോൾ സ്നേഹിച്ച് ഇപ്പം ഭീഷണിപ്പെടുത്തി എഴുതി മേടിക്കാം, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് എഴുതി മേടിക്കാം, അല്ലെങ്കിൽ വളരെ സ്നേഹിച്ച് എഴുതി മേടിക്കാം. 3 രീതിയിൽ ഗിഫ്റ്റ് മേടിക്കാം ഈ ഉള്ള സ്വത്ത്. അപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും മിക്കാൻ വാങ്ങിക്കണത്. കാരണം എല്ലാവരും പണമതാക്കൾ മക്കളോട് സ്നേഹമുള്ളതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് എഴുതി കൊടുക്കും. ഇതാണ് സംഭവിക്കണം.
അങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റ്, അങ്ങനെ കൊടുക്കുന്നതും ഈ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വാങ്ങിക്കുന്നതും എല്ലാം ഈ ട്രിബ്യൂണലിൽ ഈ ആക്ട് പ്രകാരം ഇവർ അച്ഛനമ്മ നോക്കിയില്ലെങ്കിൽ ആ പ്രമാണം തന്നെ ക്യാൻസൽ ചെയ്യാനും തിരിച്ച് ആ സ്വത്ത് മുഴുവൻ വീണ്ടെടുക്കാനും തിരിച്ച് റിട്ടേൺ ആക്കി കൊടുക്കാനുള്ള റൈറ്റ് ഈ ട്രിബ്യൂണലുണ്ട്. അതൊരു വളരെ വലിയൊരു ആയുധമാണ് കോടതിക്കുള്ളത്. അതിന് ഫോർഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഇതിൻ്റെ അകത്ത്. ബാങ്കിൽ നിന്ന് FD കൊണ്ടുപോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ FD തിരിച്ച് കീപ്പ് ചെയ്യാൻ പറയാൻ പറ്റാനുള്ള പ്രൊവിഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇല്ലെങ്കിൽ അവരെ 3 മാസം ജയിലിടാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോപ്പർട്ടീസ് ഇവിടെ നമ്മൾ ആരെ എഴുതി കൊടുത്താലും ഈ പ്രോപ്പർട്ടീസ് സംബന്ധിച്ചോളം ഈ പ്രോപ്പർട്ടീസ് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ട്രിബ്യൂണൽ കൊണ്ടുവരാൻ പറ്റും, കണ്ട് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ. മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഈ പ്രൊവിഷനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ഷനാണ്, അവർ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്, നിയമം പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കൾ പെട്ടെന്ന് കേസ് കൊടുക്കാൻ പോകത്തില്ലാരും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് അവർ വിറ്റ് കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം. അപ്പോൾ ഇത് ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവർ ഈ വാനിഷാവുക, അതാണ് പ്രശ്നം. അവിടെയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നിയമത്തിൽ. കാരണം നിയമം സമൻസ് ചെയ്ത് ഇവരെ കൊണ്ടുവരണ്ടേ നിയമത്തിന് മുമ്പ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ നിയമത്തിൽ ഈ ഡിലേ ഉണ്ടാവുന്നത്. കാരണം തീർക്കാൻ പറ്റും, പക്ഷേ തീർപ്പാക്കിയാണ് ഓപ്പോസിറ്റ് പാർട്ടി ഇല്ലല്ലോ. അവർ കോടതിക്ക് പിന്നെ പോയിട്ട് അത് അന്വേഷണത്തിലേക്ക് വിടാനേ പറ്റത്തുള്ളൂ കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റേഴ്സിൽ ശരിക്കും ഇങ്ങനെ ഒരു 3 മാസം കൊണ്ട് സമൻസ് ചെയ്യാൻ തന്നെ ഈ അമെൻഡ് ചെയ്യേണ്ട ഇത് കുറച്ച് അമെൻഡ് ചെയ്യണം. ഇത് നമുക്കിത് പോരാ. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ശിക്ഷ വളരെ വളരെ കൂട്ടി വെക്കണം. ശിക്ഷ പോരാ. അതായത് ഇത് ബെയിലബിളും ഇതാക്കണം. ഇത് ബെയിൽ കിട്ടാതാക്കണം. ബെയിൽ കിട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രിക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ, കാരണം പേരൻസ് ആയത് ഒരിക്കലും മിസ്യൂസ് ചെയ്യുന്ന പഠിക്കണ്ട. പല നിയമങ്ങളും ശിക്ഷ കൂട്ടിയ നിയമങ്ങളും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് അങ്ങനെ പഠിക്കണം. ഒരിക്കലും ഒരു പേരൻസ് രക്ഷകർത്താക്കൾ ഒരിക്കലും നിയമത്തെ മിസ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അവരിപ്പോൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് റെമഡി കിട്ടണം വേണം. ഈ റെമഡി കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് നീതി ഉണ്ടാവും വേണം. അപ്പോൾ അതിന് പിന്നെ ഇത് കൂട്ടണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ എന്താ വന്നാലും നമ്മൾ ഈ നിയമം പോലീസും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളതെല്ലാം നിയമം ഉണ്ട് ശരിയാണെങ്കിലും, പക്ഷേ NDV ഇപ്പോൾ ഏറ്റെടുത്ത യുദ്ധമോ അത് വളരെ പ്രശംസനീയമാണ്, ശ്ലാഘനീയമാണ്. കാരണം ഒരു മീഡിയ എന്നുള്ള നിലയിൽ ഇത് ആൾക്കാരുടെ ഇടയിൽ, ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനോ പറ്റിയാൽ ഒരു 10 പേരെങ്കിലും ഇത് കേട്ടിട്ട് സ്വന്തം മാതാപിതാക്കളെ ഞാൻ നോക്കിക്കോളാം, മെഡിസിൻസ് ആക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ NDVയുടെ ദൗത്യം പ്രത്യേകിച്ച് അതെ NDV മാത്തുക്കുട്ടിയുടെ ചെയർമാൻ്റെ ദൗത്യം വിജയിച്ചു നമുക്ക് പ്രഖ്യാപിക്കാം. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ ഇത് വൃദ്ധസദനത്തിൽ നാട്ടിൽ ഉണ്ടായിട്ട് പോലും ഇന്നലെ എടുത്ത കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വൃദ്ധസദനത്തിലുള്ള രക്ഷിതാക്കളുടെ 80% കുട്ടികളും നാട്ടിലുള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു. ഇത് നാട്ടിലോ ഉണ്ടോ അല്ലെങ്കിൽ പ്രവാസിയാണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകണോ എന്നുള്ള എവിടെ ആ ക്വസ്റ്റ്യൻസ് അവിടെ വരണം. അവിടെ നമ്മൾ ഇപ്പോൾ ശരിക്കും പ്രവാസിയാണ്, ശരിക്കും പ്രവാസിയാണെങ്കിൽ പ്രവാസിക്ക് ഇവിടെ ഉള്ള ജോലി കാശിന് വേണ്ടിയാണുള്ള ജോലിയാണ്, അത് പൈസ ഉണ്ടല്ലോ. പ്രവാസിക്ക് എന്ത് വീട്ടിൽ തന്നെ ഫെസിലിറ്റീസ് കൊടുത്തിട്ട് ഹോം നേഴ്സും അവരുടെ ഫെസിലിറ്റീസ് ഉള്ള സർവൻസിനെ വെച്ചിട്ട് ഫൈനാൻസ് നോക്കാമല്ലോ. പിന്നെ എന്ത് പ്രശ്നം? അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ട് നല്ല എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ട് ചെയ്യാമല്ലോ. പ്രവാസിക്ക് അങ്ങനെ പ്രവാസി ജീവിതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എക്സ്ക്യൂസ് പറയേണ്ട കാര്യമില്ല. കുറച്ച് ഫണ്ട് മാറ്റി വയ്ക്കുക, ആനന്ദ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ആരിടത്ത് എക്സംഷൻ ഇല്ല, പേരൻറ്റിനെ നോക്കാത്ത ഒരു എക്സ്ക്യൂസും ഇല്ല. അതിനകത്ത് ഒരു കോംപ്രമൈസിനകത്തും പോകേണ്ട കാര്യമില്ല. നിയമം എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് പോരെന്നാണ് എൻ്റെ അഭിപ്രായം. 3 മാസം പോരാ. തീർച്ചയായും. എന്തായാലും വളരെ വിശദമായി തന്നെ പാരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാത്തവർക്ക് എതിരെയുള്ള നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഇതുവരെ പറഞ്ഞു തന്നത്. അത്തരക്കാർക്ക് എഴുതി കൊടുത്ത സ്വത്ത് പോലും തിരിച്ച് കണ്ടെത്താനുള്ള നിയമത്തിലുണ്ട്. അതും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണത വർദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ച് പാരൻസിലേക്ക് തന്നെ കണ്ടുകെട്ടി കൊടുക്കാനുള്ള നിയമം ശക്തമായി നടപ്പിലാക്കും. ആ രീതിയിലൊക്കെ എത്തും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതുവരെ കൂടെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നിർത്താത്ത ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ പാരൻസിനെ കൂടെ നിർത്തണം. എന്നാൽ നമ്മുടെ ക്യാമ്പയിൻ കുറച്ചെങ്കിലും വിജയിച്ചു എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. NTV UAE ഈ ക്യാമ്പയിൻ തുടരുകയാണ്. പ്രായമുള്ള രക്ഷിതാക്കൾ ബാധ്യതയാകുന്നു.
പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു അസുഖം ബാധിക്കുമ്പോൾ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്ന ആ പ്രവണത പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഉദ്യമം. വളരെ വിശദമായി തന്നെ ഈ കാര്യം ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് നമുക്ക് അഡ്വക്കേറ്റ് ബിനോയ് ശശി പറഞ്ഞു തന്നു. അഡ്വക്കേറ്റ് വളരെ നന്ദി. എന്തായാലും ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിൽ അഡ്വക്കേറ്റ് എല്ലാ വെള്ളിയാഴ്ചയും നിയമോപദേശം നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാനായി 05015247001 എന്ന മൊബൈൽ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 05015247001 എന്ന നമ്പറിലേക്ക്. മറ്റൊരു മൊബൈൽ നമ്പർ ഉള്ളത് NTVയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. 05087065562 എന്ന നമ്പർ. 05087065562 എന്ന നമ്പറിലേക്ക് വിളിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എപ്പോഴാണ് സൗജന്യ നിയമോപദേശം നൽകുന്നത്, ഏത് സമയം എന്നതിനെക്കുറിച്ചൊക്കെ നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ്. സമയപരിമിതി മൂലം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും ഇതേ സമയത്ത് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഉണ്ടാകും. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.